ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. നാരായണ നിൻ നാമങ്ങൾ പാടി തീരേണമേ കൃഷ്ണ എന്റെ ജന്മം. ഹരേ കൃഷ്ണ. വീണ്ടും ഒരു ഏകാദശി കൂടി. ആഷാഢമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി ദിവസം ഭഗവാൻ നാരായണൻ യോഗനിദ്രയിലേക്കു പോയ ആ ചാതുർമാസ്യം കഴിഞ്ഞിട്ട് ഭഗവാൻ ഉണർന്നു വരികയാണ് കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയില്. 2025 നവംബർ 2-ാം തീയതിയും മലയാള മാസം തുലാമാസം 16-ാം തീയതിയും അതുപോലെ ഹിന്ദുമാസമായ ഏറ്റവും പരമപവിത്രമായ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട മാസമായ കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശി ദേവുത്ഥാന ഏകാദശി അല്ലെങ്കിൽ പ്രബോധിനി ഏകാദശി എന്നും അറിയപ്പെടുന്നു. ഇപ്രാവശ്യം ഏകാദശി ആചരിക്കേണ്ടത് മഹാദ്വാദശിയിലാണ്. ത്രിസ്പർശ മഹാദ്വാദശിയാണ് ഈ പ്രാവശ്യം. അതുകൊണ്ട് തന്നെ എല്ലാവരും 2-ാം തീയതിയാണ് ഏകാദശി എടുക്കേണ്ടത്. 1000 ഏകാദശി എടുക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത് ഒരു മഹാദ്വാദശി എടുക്കുന്നത്. 1-ാം തീയതി ഏകാദശി എടുക്കുന്നവർ ഉച്ച കഴിഞ്ഞാണ് പാരണ വീടേണ്ടത്. 2-ാം തീയതി ഏകാദശി എടുക്കുന്നതാണ് ഉത്തമം. അതായത് ആദ്യത്തെ ദശമിയും ഏകാദശിയും ദ്വാദശിയും ത്രയോദശിയും അങ്ങനെ 4 ദിവസങ്ങളിലായിട്ട് വേണം നമുക്ക് ഈ പ്രാവശ്യം ഏകാദശി നോക്കാനായിട്ട്. 2 ദശമിയായിട്ട് കണക്കാക്കുക. 2 ദിവസവും നമുക്ക് ഒരു നേരം അരിയാഹാരം കഴിച്ച് 2 നേരം മിതമായിട്ട് എന്തെങ്കിലും മറ്റുള്ള ധാന്യങ്ങൾ കഴിക്കുക. ദ്വാദശിയുടെ അന്ന് അവരവരാൽ കഴിയുന്നത് പോലെ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിർജ്ജലമായിട്ടോ അല്ലെങ്കിൽ പഴങ്ങളും പാലും ഒക്കെ കഴിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കഴിച്ച് അങ്ങനെ എടുക്കുക. ത്രയോദശിയുടെ അന്ന് രാവിലെ പാരണ വീടുക. പിന്നെ ഈ പ്രാവശ്യത്തെ ഏകാദശിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഹാദ്വാദശിയുടെ അന്ന് നമ്മുടെ തുളസി ദേവിയുടെ വിവാഹമാണ്. തുളസി ദേവി ആരായിരുന്നു എന്നൊക്കെ എല്ലാവർക്കും തന്നെ അറിയാല്ലേ. നമ്മുടെ ഒരു അസുര രാജാവായ കാലനേമിയുടെ പുത്രിയാണ് വൃന്ദ. വൃന്ദ ജന്മം കൊണ്ടേ വിഷ്ണുഭക്തയായിരുന്നു. വൃന്ദ വളർന്നു വലുതായപ്പോൾ അവളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. ശിവഭഗവാന്റെ കോപാഗ്നിയിൽ നിന്ന് വന്ന ജലന്ധറായിരുന്നു വൃന്ദയുടെ ഭർത്താവ്. പതിഭക്തിയും പതിവ്രതയുമായ വൃന്ദ ജലന്ധർ യുദ്ധത്തിന് പോകുമ്പോൾ പൂജയും പ്രാർത്ഥനയുമായി അദ്ദേഹം തിരിച്ചു വരുന്നിടം വരെ അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം വിജയിച്ച് വിജയശ്രീ ലാളിതനായി തിരിച്ചു വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഭയങ്കര അഹങ്കാരം കയറി ത്രിലോകങ്ങളും കീഴടക്കി ദേവന്മാരെ എല്ലാം വരുതിയിലാക്കി. അങ്ങനെ ദേവന്മാര് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അടുക്കൽ പോയി അഭയം പ്രാപിച്ചു. ഭഗവാനെ, ജലന്ധർ ഞങ്ങളെ ദ്രോഹിക്കുകയാണ്, ഇതിനൊരു വഴി കണ്ടെത്തണം. അങ്ങനെ ഭഗവാൻ വൃന്ദയെ കാണാനായിട്ടെത്തി. അപ്പോൾ വൃന്ദ പൂജയിലും പ്രാർത്ഥനയിലുമായിരുന്നു. എല്ലാം മറന്ന് പൂജിച്ചിരുന്ന വൃന്ദ തന്റെ ഭർത്താവാണ് തിരിച്ചു വന്നത് എന്നറിഞ്ഞ് അവര് പെട്ടെന്ന് ആ പാദം തൊട്ട് നമസ്കരിച്ച് പൂജ നിർത്തി എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഭർത്താവല്ല, വിഷ്ണു ഭഗവാനായിരുന്നു. അങ്ങനെ താൻ വേറൊരു ആണിന്റെ പാദത്തിൽ തൊട്ട് പതിവ്രതയായ സ്ത്രീകൾ മറ്റൊരു ആൾക്കാരെ സ്പർശിക്കുക പോലുമില്ല. അതുകൊണ്ട് വിഷ്ണു ഭഗവാനെ വൃന്ദ ശപിക്കുകയാണ്. അങ്ങനെ വിഷ്ണു ഭഗവാൻ ഒരു കല്ലായി മാറട്ടെ എന്നാണ് ശപിച്ചത്. ഭഗവാൻ കല്ലായി മാറിയ ആ കല്ലാണ് സാളഗ്രാമമായി അറിയപ്പെടുന്നത്. അങ്ങനെ ഭഗവാൻ കല്ലായി മാറിയപ്പോൾ ദേവലോകം മുഴുവൻ നിശബ്ദമായി പോയി. എന്തു ചെയ്യുമെന്നോർത്തിട്ട് അങ്ങനെ ദേവലോകത്തു നിന്നും ലക്ഷ്മി ദേവിയും മറ്റുള്ള ദേവഗണങ്ങളും എല്ലാം വൃന്ദയെ കാണാനെത്തി ഭഗവാന്റെ ശാപം പിൻവലിക്കണമെന്ന് പറഞ്ഞ് അപേക്ഷിച്ചു. അങ്ങനെ വൃന്ദാദേവി ആ ഭഗവാന് കൊടുത്ത ശാപം പിൻവലിച്ചിട്ട് വൃന്ദാദേവിയുടെ പൂജ മുടങ്ങിപ്പോയതിനാൽ ജലന്ധറിന്റെ ശക്തിയെല്ലാം ക്ഷയിച്ച് ജലന്ധർ യുദ്ധത്തിൽ മരണമടഞ്ഞു. അങ്ങനെ ശാപമുക്തി കൊടുത്തിട്ട് ആ വൃന്ദാദേവി ജലന്ധറിന്റെ ചിതയിൽ ചാടി ആത്മാഹൂതി ചെയ്തു. വൃന്ദാദേവി ആത്മാഹൂതിക്ക് ശേഷം പുനർജനിച്ചു ഒരു ചെടിയായിട്ട്. ആ ചെടി ഒരു ദിവ്യ ചെടിയായിട്ട് കണ്ട് ഭഗവാൻ അതിന് തുളസി എന്ന് പേരിട്ട് ഒരു
കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി ദിവസമായിരുന്നു അത്. അങ്ങനെ ആ തുളസി ദേവിയെ എല്ലാവരും ആരാധിക്കണമെന്നും തുളസിദേവി ലക്ഷ്മി ദേവി തന്നെയാണ് എന്ന് പറഞ്ഞ് വീണ്ടും അവരുടെ വിവാഹം നടന്നു ആ ദ്വാദശി നാളില്. അങ്ങനെ ഈ മഹാദ്വാദശി നാളില് തുളസി ദേവിയുടെ കല്യാണമാണ്. ഭഗവാനായിട്ട് നെല്ലിമരവും ലക്ഷ്മി ദേവിയായിട്ട് തുളസി ചെടിയെയുമാണ് നമ്മൾ വിവാഹത്തിന് ഒരുക്കുന്നത്. ഇനിയും നെല്ലിമരമില്ല എങ്കിൽ ഒരു ചെറിയ നെല്ലിക്കമ്പ് കൊണ്ടുവച്ച് തുളസിയുടെ അടുക്കൽ നട്ടുവെക്കുക. എന്നിട്ട് അതില് കുങ്കുമവും മഞ്ഞളും ഒക്കെ ചാർത്തി മാല ചാർത്തി നെയ്ദീപം കൊളുത്തി പ്രാർത്ഥിക്കുക. ഇങ്ങനെയാണ് നമ്മുടെ ഇവിടെയൊക്കെ തുളസി കല്യാണം നടത്തുന്നത്. അതൊന്നുമില്ല എങ്കിൽ തുളസിക്ക് വെള്ളമൊഴിച്ച് ഒരു നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ച് മന്ത്രം ജപിക്കുക. ലക്ഷ്മി ദേവിയായിട്ടാണ് നമ്മൾ ഹിന്ദുക്കൾ തുളസി ദേവിയെ കാണുന്നത്. അങ്ങനെ ഒരു കഥ കൂടി ഈ ദേവുദ്ധാന ഏകാദശിക്ക് ഉണ്ട്. വീണ്ടും ഏകാദശി ആരെയും അടിച്ചേൽപ്പിക്കേണ്ടതല്ല, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതിനു വേണ്ടി എടുക്കേണ്ടതല്ല എന്ന് കാണിക്കുന്ന ഒരു കഥ കൂടിയാണ് ഇപ്രാവശ്യത്തെ ഏകാദശിക്കുള്ളത്. എല്ലാ കഥകളും ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം ബ്രഹ്മാവും നാരദരും തമ്മിലുള്ള ഒരു സംഭാഷണത്തിലും ഈ കഥ പറയുന്നു. ഈ കഥകളൊക്കെ തന്നെ നടക്കുന്നത് സത്യയുഗത്തിലാണല്ലോ. അന്ന് അവിടെ ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവ് സത്യസന്ധനും നീതിമാനും ജനങ്ങൾക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്ന ആളുമായിരുന്നു. എന്നാലും അദ്ദേഹം എല്ലാ ഏകാദശി എടുക്കുകയും ജനങ്ങളെ കൊണ്ടും ഏകാദശി എടുപ്പിക്കുകയും ചെയ്തിട്ട് അന്ന് ആരും ഭക്ഷണം കഴിക്കേണ്ട എന്ന നിർബന്ധത്താൽ അവിടെയുള്ള എല്ലാ കടകമ്പോളങ്ങളും എല്ലാം അടച്ചിട്ടിരുന്നു. എല്ലാ ഭക്ഷണശാലകളും എല്ലാം അടച്ചിട്ടു. അങ്ങനെയായിരുന്നു ഏകാദശി എടുക്കുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം വേറൊരു രാജ്യത്ത് നിന്ന് ഒരു മനുഷ്യൻ ആ രാജാവിനെ കാണാൻ വന്ന് പറഞ്ഞു, എനിക്ക് ജോലിയൊന്നുമില്ല, പട്ടിണിയാണ്, എന്തെങ്കിലും ജോലി തരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ രാജാവ് പറയുകയാണ്, നിനക്ക് ഞാൻ ജോലി തരാം, പക്ഷേ മാസത്തിലെ 2 പ്രാവശ്യം ഏകാദശി വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം അതെല്ലാം സമ്മതിച്ചു. അങ്ങനെ ജോലിയൊക്കെ കിട്ടി. അടുത്ത പ്രാവശ്യം ഏകാദശി വന്നു. ഏകാദശി വന്നപ്പോൾ അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, എനിക്ക് ഭക്ഷണം കഴിക്കണം, എന്തു ചെയ്യും? എനിക്ക് ഇത്തിരി ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ തരണം. രാജാവ് നീതിമാനും സത്യസന്ധനും അല്ലെങ്കിൽ എല്ലാ സഹജീവികളോടും സ്നേഹവും ഉള്ള ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭക്ഷണ സാധനം കൊടുത്തു. അങ്ങനെ ആ ഭക്ഷണ സാധനം കൊണ്ടുപോയി അദ്ദേഹം കഴിച്ച് വീണ്ടും ഒരു ഏകാദശി വന്നപ്പോൾ വീണ്ടും വരികയാണ് അദ്ദേഹം. എനിക്ക് ഈ പ്രാവശ്യം കുറച്ച് കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ വേണം. അതെന്തിനാണ്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഏകാദശിക്ക് ഭക്ഷണം വെച്ചപ്പോൾ എന്റെ കൂടെ ഭഗവാൻ കഴിക്കാനുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അതുകൊണ്ട് കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ വേണം. അപ്പോൾ രാജാവിന് അത്ഭുതം തോന്നി. ഏകാദശി വ്രതമെടുക്കാത്ത നിന്റെ കൂടെ ഭഗവാനോ? ഞാൻ എല്ലാ ഏകാദശിയും വിദ്യാമണ്ണം എടുക്കുന്നതാണ്, പിന്നെ എന്തുകൊണ്ട് ഞാൻ വിളിച്ചിട്ട് ഭഗവാൻ വരുന്നില്ല? ഇത്ര നാളായിട്ട് ഞാൻ ഭഗവാനെ കണ്ടിട്ടുമില്ല. എന്നാ ഒരു കാര്യം ചെയ്യണം, എനിക്കും കാണണം നിന്റെ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ അദ്ദേഹം ഭക്ഷണ സാധനങ്ങളുമായിട്ട് ഏകാദശി നാളില് ഒരു നദിക്കരയിൽ പോയിരുന്നു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഭഗവാനെയും കാത്തിരുന്ന് നാരായണ നാമം ജപിക്കുകയാണ്. പക്ഷേ സമയം കടന്നുപോയിക്കൊണ്ടേയിരുന്നു, ഭഗവാൻ വന്നില്ല. ഈ രാജാവാകട്ടെ മറഞ്ഞു നിന്ന് നോക്കി നിൽക്കുകയാണ് ഭഗവാൻ വരുന്നുണ്ടോ എന്ന്. പക്ഷേ ഭഗവാൻ വന്നില്ല. കുറെ സമയങ്ങൾ കഴിഞ്ഞു. അദ്ദേഹത്തിന് സങ്കടം സഹിക്കവയ്യാതെ അദ്ദേഹം ആ നദിയിൽ ചാടി ആത്മാഹൂതി ചെയ്യാൻ നോക്കി. അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തെ സമാധാനിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് അദ്ദേഹത്തിന് മോക്ഷം കൊടുത്ത് വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അത് രാജാവിന് കണ്ടിട്ട് രാജാവിന് മനസ്സിലായി, ഇങ്ങനെ അടിച്ചേൽപ്പിക്കേണ്ടതൊന്നുമല്ല ഏകാദശി. ഭഗവാനെ നിഷ്കാമമായിട്ട് വിളിക്കുമ്പോൾ ഭഗവാൻ ഓടിയെത്തും. അങ്ങനെ നമ്മൾ നിഷ്കാമ ഭക്തിയോടുകൂടി നമുക്ക് നമ്മളാൽ കഴിയുന്നത് പോലെ ഏകാദശി വ്രതമെടുക്കുക, മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക, അന്യചിന്ത കൂടാതെ. അതുപോലെ നമ്മളാൽ കഴിയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ദാനധർമാദികൾ ചെയ്യുക. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നെന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഒരു പീഡ എറുമ്പിനും വരുത്താതിരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മത്സ്യമാംസാദികളൊക്കെ കൂട്ടാതെ ഇരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ അതൊക്കെ വെടിഞ്ഞ് 4 ദിവസം, ഇപ്രാവശ്യം ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, അങ്ങനെ ആ 4 ദിവസം ഏകാദശി വ്രതം ആര് അനുഷ്ഠിക്കുന്നുവോ ആ ഭഗവാൻ നാരായണൻ ലക്ഷ്മി സമേതം നമ്മളെ അനുഗ്രഹിക്കാനായിട്ടും നമ്മുടെ കൈ പിടിച്ച് എപ്പോഴും കൂട്ടിനുണ്ടാവും.
ഏതെങ്കിലും രൂപത്തില് എല്ലാ ആപത്തിലും നമ്മുടെ കൂടെ ഭഗവാൻ ഓടിയെത്തും. അത് തീർച്ചയാണ്. അത് എന്റെ അനുഭവം കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളിൽ കൂടെ യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ. എല്ലാ ആപത്തിലും ഭഗവാൻ ഒന്ന് വിളിക്കുമ്പോൾ തന്നെ ഓടിയെത്തും. അതുപോലെ എല്ലാവർക്കും അങ്ങനത്തെ അനുഭവങ്ങൾ വരട്ടെ. ആ ഭഗവാനെ അനുഭവിക്കുകയാണ് നമ്മൾക്ക് ചെയ്യേണ്ടത്. ആ ഭഗവാന്റെ ആ കാരുണ്യ സ്പർശം നമ്മൾ അനുഭവിക്കണം. അങ്ങനെ ഏകാദശി വ്രതം എല്ലാവരും എടുക്കുക. ഈ പ്രാവശ്യത്തെ ഏകാദശി ദ്വാദശി എടുക്കുന്നവര് പാരണ വീട്ടേണ്ടത് 3-ാം തീയതി രാവിലെ 6:11 8:33 ഇടയിലാണ്. 8:33 വരെയാണ് സമയം. അതുപോലെ ഏകാദശി 1-ാം തീയതി എടുക്കുന്നവരാണെങ്കിൽ ഉച്ചയ്ക്ക് 1:17 മുതൽ 5:38 വരെയാണ്. അതുപോലെ നമ്മുടെ ഏകാദശിയുടെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സമയമാണ് ഹരിവാസര സമയം. ഈ പ്രാവശ്യത്തെ ഹരിവാസര സമയം വരുന്നത് 1-ാം തീയതി വെളുപ്പിന്, അതായത് രാത്രി 1:56 AM മുതൽ പകല് 12:56 വരെയാണ് ആ രാവിലെ. അതുകൊണ്ട് തന്നെ നമുക്ക് 1-ാം തീയതിയത്തെ ഏകാദശിയും നമ്മൾ നല്ല വ്രതശുദ്ധിയോടുകൂടി തന്നെ എടുക്കുക. 2-ാം തീയതി അത് വിധിയാമണ്ണം നോക്കുക. അങ്ങനെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ ഏകാദശി നാളിൽ ഭഗവാൻ യോഗനിദ്ര വിട്ട് ഉണർന്നെഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ ദീപാലങ്കാരങ്ങൾ കൊണ്ട്, അതുപോലെ ഒരു നെയ്വിളക്ക് കത്തിക്കുന്നതിന് പകരം ഒരു 3 നെയ്വിളക്ക് ചിരാതിലൊക്കെ കത്തിച്ചു വെക്കുക. 3-ൽ കൂടുതൽ കത്തിക്കാൻ പറ്റുന്നവരാണ് അങ്ങനെയും കത്തിച്ചു വെക്കുക. അപ്പോൾ ആ ഭഗവാൻ എന്ത് സന്തോഷമാകും. ഭഗവാൻ ഉണർന്നു വരുമ്പോൾ ആ പൂജാമുറിയിൽ നമ്മൾ ഭഗവാനെ കാത്ത് നമ്മൾ അങ്ങനെ ഇരിക്കുകയാണല്ലേ, നാമങ്ങൾ ജപിച്ച് നാരായണ 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 നാരായണ. ഒന്ന് ഓടി വരൂ. കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ 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 രാധേ 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 ശ്യാം 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 രാധേ രാധേ. അങ്ങനെ നാമങ്ങൾ ജപിച്ച് ആ ഭഗവാനെ കാത്തിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഭഗവാൻ ഓടിയെത്തും. എല്ലാവർക്കും ആ ലക്ഷ്മി നാരായണന്റെ രാധാകൃഷ്ണന്റെ അനുഗ്രഹമുണ്ടാകട്ടെ. എന്തെല്ലാം നാമങ്ങൾ ജപിക്കണം എന്ന് എല്ലാ പ്രാവശ്യവും പറയാറുണ്ട്. എന്ത് നാമം വേണമെങ്കിലും ജപിക്കാം. എന്തെല്ലാം നാമങ്ങളുണ്ടോ അതെല്ലാം ജപിക്കാം. ഒന്നിനേക്കാളിലും മെച്ചമല്ല. എല്ലാം ഭഗവാന്റെ നാമങ്ങൾ തന്നെയാണ്. എന്നാലും ആ 12 നാമങ്ങൾ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ആ ദ്വാദശാക്ഷരി മന്ത്രത്തിൽ ഒളിച്ചിരിക്കുന്ന ആ 12 നാമങ്ങളും നാമത്രയങ്ങളായ അച്യുതായ നമഃ, അനന്തായ നമഃ, ഗോവിന്ദായ നമഃ എന്നുള്ള നാമങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ നാവിൽ നിന്ന് മുറിയാതെ അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാകും. നമുക്ക് ഒരുപക്ഷെ രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ വരും. പക്ഷെ അതിൽ നിന്നെല്ലാം കരകയറാൻ, അതിൽ നിന്നെല്ലാം ശക്തി നേടാനായിട്ട് ഈ ഭഗവാന്റെ മന്ത്രങ്ങൾ, ഭഗവാന്റെ നാമങ്ങളാണ് ഈ കലിയുഗത്തിലെ ഏറ്റവും വിശേഷം. അതുകൊണ്ട് എപ്പോഴും നിഷ്കാമമായിട്ട് ഭഗവാനെ അങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുക. ആ ഭഗവാൻ അത് കേൾക്കാതെ ഇരിക്കുകയില്ല. ഈ പ്രാവശ്യത്തെ ഏകാദശിയും ദാമോദര മാസത്തിലായതുകൊണ്ട് എല്ലാവരും ദാമോദര അഷ്ടകം ജപിക്കുകയും എല്ലാവർക്കും ഈ 1 മാസം വ്രതവും ഒക്കെയാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലതാണ്. എങ്കിലും ഏകാദശി എന്ന് പറയുമ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന മുഹൂർത്തമാണല്ലോ. ആ കാർത്തിക മാസത്തിലെ ഏകാദശി നമുക്ക് എല്ലാവർക്കും ഒരുപോലെ എടുക്കാം. ഹരേ കൃഷ്ണ.